الحمد لله رب العالمين، والصلاة والسلام على الرسول الأمين وعلى آله وأصحابه الفائزين. أما بعد، بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين، أو كما قال رسول الله صلى الله عليه وسلم. وكم مادحا نلقاه في سيرة النبي بشارته تزداد قبل الولادة، وكان يتيما قبل وقت الولادة، وفي اليتم سر الله رب البرية. ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചങ്കിലേറ്റവരെ, കണ്ണിൻ്റെ കൃഷ്ണമണിയായി കാണുന്നവരെ, അവിടത്തോട് ഹുബ്ബ് വെക്കണം, അതിലൂടെ രക്ഷപ്പെടണം എന്ന് വിജയിക്കുന്ന സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം, ഈ ഓൺലൈൻ പരിപാടി അത് അല്ലാഹു സ്വീകരിക്കുകയും പ്രവാചക സ്നേഹം വർദ്ധിക്കാനും അവിടത്തോട് കൂടുതൽ അടുക്കാനും അവിടത്തിൻ്റെ ശഫാഅത്ത് നേടിയെടുക്കാനും കാരണമാക്കി തരട്ടെ. ആമീൻ. വിഷയം ഹുബ്ബുൻ നബി എന്നതാണ്. ഹുബ്ബ് സ്നേഹം, അന്നബി നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ എന്നതാണ്. അത് ഇല്ലാതെ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഹുബ്ബുൻ നബി ഇല്ലാതെ എങ്ങനെ രക്ഷപ്പെടാനാണ്? എവിടെ രക്ഷപ്പെടാനാണ്? തീർത്തും അനിവാര്യമായ ഒരു സംഗതിയാണ് ഹുബ്ബുൻ നബി. അതില്ലെങ്കിലോ അവൻ മുനാഫിക്കാണ്, കപടവിശ്വാസിയാണ്, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് ഇല്ലാത്തവൻ മുനാഫിക്കാണ്, കപടവിശ്വാസിയാണ്. മൻ കാന ഹബ്ബു മുഹമ്മദിൻ ഫീ ഖൽബിഹി ഫലഹുൽ ഖുശൂഉ ഇൻദ ദിക്രി ഖിസാലിഹി മൻ ലം യകുൻ ഫീ ഖൽബിഹി ഹബ്ബുൻ നബി ഫഹുവൽ മുനാഫിഖു ലാ കലാമ ബിഹാലി. ആരുടെയെങ്കിലും ഹൃദയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടായാൽ അവന് ആ നബിയെക്കുറിച്ച് പറയുമ്പോൾ ഭക്തി വർദ്ധിക്കുന്നതാണ്. ആർക്കെങ്കിലും മനസ്സിൻ്റെ അന്തരാളത്തിൽ ഹുബ്ബുൻ നബി ഇല്ല എങ്കിൽ ഫഹുവൽ മുനാഫിഖ്, അവൻ കപട വിശ്വാസിയാണ്.
ലാ കലാമ ബിഹാലിഹി, അവൻ്റെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ല. കാരണം അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള താഴത്തെ തട്ടിലാണ് അവർക്ക് സീറ്റ് എന്ന്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? സ്നേഹം എന്നത് മനുഷ്യ സഹജമായ ഒരു സംഗതിയാണ്. മനുഷ്യൻ പലതിനെയും സ്നേഹിക്കും, പലരെയും സ്നേഹിക്കും. പക്ഷേ ഈ സ്നേഹമെന്നത് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. സ്നേഹിക്കാൻ പഠിപ്പിക്കാം. സ്നേഹിക്കാൻ മാത്രമായ കാര്യങ്ങൾ ആ നബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. കാരണം അത് മനുഷ്യൻ്റെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ഒരു വസ്തുതയാണ്. ആ സ്നേഹം ഒരു മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങൾ. ആ കാരണങ്ങളിൽ നിന്നും ഒന്നോ അല്ലെങ്കിൽ ചിലതോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ, ആ വസ്തുവിനെ സ്നേഹിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. അങ്ങനെയെങ്കിൽ മനുഷ്യൻ സ്നേഹിക്കുന്നത് എന്തിൻ്റെ എല്ലാം പേരിലാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഒരു ശാരീരിക സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി സ്നേഹിച്ചു പോകും. അതേ ഒരു നല്ല സൗന്ദര്യമുള്ള വ്യക്തി എതിർലിംഗമാകണമെന്നില്ല. സ്ത്രീ പുരുഷനെ, പുരുഷൻ സ്ത്രീയെ അങ്ങനെ ആകണമെന്നില്ല. അത് ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളത് അടുപ്പമാകാം. ഇതല്ല, സ്വന്തം ലിംഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഒരു സൗന്ദര്യമുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കാണുമ്പോൾ അതേ ലിംഗത്തിൽ തന്നെയുള്ള ആളുകൾ അവരെ സ്നേഹിക്കും. ഒന്നും അവനിൽ നിന്നും തിരിച്ചിങ്ങോട്ട് കിട്ടിയിട്ടില്ല. മുമ്പ് ഒരിക്കൽ പോലും കണ്ട പരിചയം പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ കണ്ടപ്പോൾ തന്നെ ആകർഷിച്ചു പോയി. അത് അവൻ്റെ ആ സൗന്ദര്യമാണ്, മുഖലാവണ്യമാണ്. അത് കാണുമ്പോൾ തന്നെ സ്നേഹിച്ചു പോവുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒട്ടും പിന്നിലല്ല. നബി തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരൊറ്റയാളും ഭൂമി ലോകത്തോ ആകാശലോകത്തോ ഒരു ലോകത്തുമില്ല. ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും അതിൻ്റെ നേർ പകുതിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ബാക്കി പകുതിയുള്ള സൗന്ദര്യമാണ് ലോകത്തെമ്പാടും എല്ലായിടങ്ങളിലും നൽകപ്പെട്ടിട്ടുള്ളത്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ നമുക്ക് സ്നേഹിക്കാം. അതല്ലെങ്കിൽ പിന്നീട് സ്വഭാവത്തിൻ്റെ വിശുദ്ധി കൊണ്ട് സ്നേഹിക്കാറുണ്ട്. ഒരാൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എങ്കിൽ നമുക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല മനുഷ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഇത് കാണാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ സ്വഭാവ വിശുദ്ധിയുള്ള ആരാണുള്ളത്? അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് നീണ്ടുപോകുമെന്ന് ഭയന്നിട്ടാണ്. എന്നാൽ നമുക്കൊന്നറിയാം, തന്നോടൊപ്പം സഹവസിച്ചിരുന്ന ആളുകൾ മുഴുവനും
അവിടത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് അൽ അമീൻ അസാദിഖ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. അതല്ലേ നല്ല സ്വഭാവം എന്ന് പറയുന്നത്, അതിൻ്റെ ഉടമയാണ്. ആ വിഷയത്തിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടി വരും. ഇനി നാം പരിശോധിക്കുകയാണെങ്കിൽ സ്നേഹിക്കാനുള്ള കാരണം സംഭാഷണത്തിലുള്ള മാധുര്യമാണ്. സംസാരം കേൾക്കുമ്പോൾ തന്നെ നല്ല ശ്രവണസുന്ദരമാണ് അവിടുത്തെ ശബ്ദം, അവിടുത്തെ സംസാരത്തിൻ്റെ ശൈലി, അവിടുത്തെ ആ സാഹിത്യം. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബി സാഹിത്യകാരന്മാർക്കിടയിലാണ് നബിതങ്ങൾ അവതരിച്ചത്. ആ സാഹിത്യകാരന്മാർക്കിടയിൽ നല്ല സാഹിത്യ സമ്പുഷ്ടമായ നിലയിലുള്ള സംഭാഷണമാണ് നബിതങ്ങൾ നൽകാറുള്ളത്. അവിടെയും നബിതങ്ങൾ പിന്നിലല്ല. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നേതൃപാടവമാണ്. നേതൃപാടവം, നല്ല നേതാക്കന്മാരാണ് ഒരു ടീമിനെ നയിക്കുന്നതെങ്കിൽ ആ അനുയായികൾക്കെല്ലാം അങ്ങേ അറ്റത്തെ സ്നേഹം ആ നേതാവിനോടുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ആലിമീങ്ങൾക്കിടയിൽ തന്നെ വളരെ ഉന്നതമായ നിലയിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പല പണ്ഡിതന്മാരുമുണ്ട്. എന്താണ് കാരണം? അവർ ഈ നമ്മുടെ രാജ്യത്ത് ദീനീ പ്രചരണം നടത്തിയപ്പോൾ അവരുടെ ജീവിതം, അവരുടെ ആ നേതൃപാടവം, സംഘാടനത്തിലും ദീനീ സേവനത്തിൻ്റെ വിഷയത്തിലും എണ്ണിയാൽ തീരാത്ത സേവനങ്ങൾ കാഴ്ചവെച്ച മഹൽ വ്യക്തിത്വങ്ങൾ ഇന്നും നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു, ലോക പ്രശസ്തരായിക്കൊണ്ട്. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാധു സംരക്ഷണ എന്നിങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്നതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും കണ്ണുനീരുമായി കഴിയുന്ന ജനലക്ഷങ്ങളല്ല, ജനകോടികൾ തന്നെ ഇന്ന് ഭൂമിയിലുണ്ട്. അതവരുടെ നേതൃപാടവമാണ്. എങ്കിൽ ആ വിഷയത്തിലും സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പിന്നിലല്ല. വിശദീകരിക്കേണ്ടതുള്ളോ ഉണ്ടോ? മുഅ്മിനീങ്ങൾക്കതെല്ലാം എത്ര വ്യക്തമായിട്ടറിയാം. ഇനിയും സ്നേഹത്തിൻ്റെ മറ്റൊരു കാരണം സാമൂഹിക സേവനമാണ്. സേവന രംഗത്ത് സാമൂഹികമായി നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നവരെ നമുക്ക് അവരുടെ സേവനം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർ നല്ലൊരു സേവകനാണ് എന്ന് നാം അറിഞ്ഞാൽ നമുക്കവരോട് സ്നേഹമാണ്. ആ വിഷയത്തിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയാമോ? അവിടുന്ന് പ്രവാചകനായി രംഗത്ത് വന്ന പല സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ, പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഏരിയയിൽ തന്നെ 10ഉം 15ഉം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത കയ്യിൻ്റെ ഉടമയാണ് നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സേവന സന്നദ്ധനാണ്, നല്ല സേവനം ചെയ്യുന്ന ആളാണ്. ആ വിഷയത്തിലും നമുക്ക് നമ്മുടെ നബിയെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇനി മറ്റൊന്നാണ് അനാഥ സംരക്ഷണം. അനാഥകളെ സംരക്ഷിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്കവരോട് സ്നേഹമല്ലേ? അതേ അനാഥകളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ വാഴ്ത്തപ്പെടുന്ന പല വ്യക്തിത്വങ്ങളും നമുക്കറിയാം, നാം നമ്മുടെ രാജ്യത്തും നാട്ടിലുമൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുകയും മാതൃക കാണിച്ചു തരികയും ചെയ്ത ആരാണുള്ളത്? നമുക്കറിയില്ലേ? നീട്ടി ഞാൻ പറയുന്നില്ല. പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ കുട്ടികളെല്ലാം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു മാത്രം മാറി നിൽക്കുന്നു. അവൻ കളിക്കാനില്ല, പുത്തനുടുപ്പിട്ടിട്ടില്ല, മുഖത്ത് പ്രസന്നതയില്ല, വാടിക്കരിഞ്ഞ മുഖവുമായിരിക്കുന്നു. ആ കാരുണ്യത്തിൻ്റെ കേദാരമായ നമ്മുടെ നേതാവ് സയ്യിദുനാ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്ന്, മോനെ എന്താ നീ കളിക്കാൻ പോകാത്തത്? ഇനി എന്താ പെരുന്നാളായിട്ടും നല്ല ഉടുപ്പൊന്നും ധരിക്കാത്തത്? നിന്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ. ആൺമോൻ പറഞ്ഞു, നബിയെ, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ പിതാവ് ഇല്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ മാതാവ് ഇല്ല, ഞാൻ തീർത്തും ഒരു അനാഥനാണ്. ഭക്ഷണം നൽകാൻ ആളില്ല, വസ്ത്രം നൽകാൻ ആളില്ല, കുളിപ്പിച്ചു തരാൻ ആളില്ല. നബി തങ്ങൾ പറഞ്ഞു, മോനെ, അള്ളാഹുവിൻ്റെ റസൂൽ നിന്റെ പിതാവായാൽ, ആയിഷ ഉമ്മ നിന്റെ മാതാവായാൽ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നിന്റെ സഹോദരങ്ങളായാൽ നിനക്ക് സന്തോഷമല്ലേ? നബിതങ്ങൾ ആ കുഞ്ഞിനെയും പിടിച്ചു കൊണ്ടുവന്ന് കുളിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് വസ്ത്രം നൽകി ഭക്ഷണം നൽകി തിരിച്ച് കൂട്ടുകാർക്കിടയിലേക്ക് വിട്ടപ്പോൾ അവർക്കിടയിൽ പോയി അവൻ തുള്ളിച്ചാടി ഓടിച്ചാടി കളിക്കുകയാണ്. കൂട്ടുകാർ ചോദിച്ചു, ഇപ്പോഴല്ലേ നീ ഇവിടെ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്? എന്താ നിനക്ക് ഇപ്പോൾ ഒരു മാറ്റം? സംഭവം പറഞ്ഞപ്പോൾ ആ കുട്ടികൾ ഒന്നായി വിചാരിച്ചു പോവുകയാണ്, ഞങ്ങളുടെയും പിതാക്കൾ നഷ്ടപ്പെട്ടു പോയ അനാഥകളായിരുന്നുവെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ താലോലിക്കലും സമാശ്വസിപ്പിക്കലും സാന്ത്വനം നൽകലും ആലാളനയുമെല്ലാം ഞങ്ങൾക്കും കിട്ടുമായിരുന്നല്ലോ എന്ന്. ഇതാണ് അനാഥ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ പറയാനുള്ള പലതിൽ ചിലത്. ഇനിയും മറ്റൊരു കാരണമായി നമുക്ക് കാണാം അടിമത്ത വിമോചനം. അബ്രഹാം ലിങ്കനെ പോലെയുള്ള ആളുകളെ ഇന്ന് നാം വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിൽ അവരിൽ കാണുന്ന ആ ഒരു സംഗതിയാണ് ഇതെങ്കിൽ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനേക്കാൾ മുന്നേ തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അടിമത്തത്തിൻ്റെ മോചനത്തിനു വേണ്ടി ഇവിടെ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സംരംഭങ്ങളിലും അവർക്ക് പ്രായശ്ചിത്തമായി പറയുന്നത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. അടിമയെ മോചിപ്പിച്ചാലുള്ള ഗുണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദിപ്പിക്കുകയാണ്. എന്തിനധികം, അടിമയായിരുന്ന ആളുകളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്ക വിജയ സമയത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തത് നമുക്കറിയാം. നീഗ്രോയാണ്, അടിമയായിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെയാണ് മക്ക വിജയ സമയത്ത് കഅബ ഷരീഫിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ഏർപ്പാട് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത് അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്നാണ് സാംസ്കാരിക പ്രവർത്തനം. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഈ ലോകത്ത് സംസ്കാരം പഠിപ്പിച്ചു തന്നത്, ഈ ലോകത്ത് ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം കാണിച്ചു തന്നത് അവിടെ നിന്നല്ലേ? അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവരെ ആ റസൂൽ സംസ്കരിക്കും എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് നമുക്കും അറിയാവുന്ന വസ്തുതയാണ്. ആരും അത് നിഷേധിക്കാറുണ്ടാവുകയില്ല. ആ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട്. അതുപോലെ വീണ്ടും പറയാം, ആത്മീയ പുരോഗതി ഉള്ള ആളുകൾ നമുക്ക് അവരോട് ഇഷ്ടമാണ്, പ്രിയമാണ്. ആത്മീയമായി നല്ല ഉന്നത നിലവാരം പുലർത്തുന്നവരെ, അവരെ ഒന്ന് അടുത്ത് ചെല്ലാൻ, അവരുടെ കൈയൊന്ന് പിടിക്കാൻ, അവരുടെ കൈയൊന്ന് നമ്മുടെ തലയിൽ വെച്ച് കിട്ടാൻ, നമ്മുടെ പുറത്തൊന്ന് തട്ടിത്തരാൻ, മോനെ നീ പൊയ്ക്കോ നന്നായിക്കൊള്ളും എന്ന് അവരുടെ ആ നാവിൽ നിന്നും അടർന്നു വീഴുന്നൊരു വചനം കേൾക്കാൻ നമുക്ക് എത്ര ഇഷ്ടമാണ്, സന്തോഷമാണ്. എങ്കിൽ ആ വിഷയത്തിൽ, ആത്മീയമായ വിഷയത്തിൽ പുന്നാര നബിയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? അവിടത്തിൽ നിന്നല്ലേ എല്ലാ ആത്മീയ പുരോഗതികളും ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്.
അവിടെ നിന്ന് ഒലിച്ചിറങ്ങിയ ആ പുരോഗതിയല്ലേ ബാക്കിയുള്ള എല്ലാ മഹാന്മാർക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് നോക്കുമ്പോഴും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെന്നും നമുക്ക് മാറ്റി നിർത്താനൊക്കും? ഇനിയും കുടുംബ മഹിമ കൊണ്ട് നമ്മൾ പലരെയും സ്നേഹിക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. ഉന്നതമായ തറവാട്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കവരിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവരൊരു ഉന്നത കുലമഹിമയുള്ള, അഥവാ ഉന്നത എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം കാഴ്ചവെക്കുന്ന ഒരു കുടുംബത്തിലെ ആളാണ് എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് അവരോട് സ്നേഹമുണ്ടാകും. എങ്കിൽ ഈ തറവാട് മഹിമ, കുടുംബ മഹിമ എന്നെല്ലാം പറയുന്നത് പിതാക്കന്മാരിലൂടെ കിട്ടുന്നതാണ്. എങ്കിൽ പുന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളും മാതൃ പരമ്പരയും പരിശോധിച്ചു നോക്കിയ വലിയ ചരിത്രകാരന്മാർ, അതിൻ്റെ ഉസ്താദാകുന്ന മഹാന്മാർ എഴുതി വെക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പിതാക്കന്മാരുടെ മഹിതമായ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ട്. നബിതങ്ങളുടെ ഉമ്മ വഴിക്കോ വാപ്പ വഴിക്കോ മാതാവ് പിതാവ് വഴിക്കോ ഒരു പരമ്പരയിലും അവിടെ മോശക്കാരെ കാണാൻ കഴിയുന്നില്ല. എല്ലാവരും വളരെ നല്ല ജീവിതം കാഴ്ചവെച്ചവരായിരുന്നു. അവർക്ക് ഇടയിൽ യാതൊരുവിധ വ്യഭിചാരത്തിൻ്റെ ജീവിതവും ഉണ്ടായിട്ടില്ല, വഴിതെറ്റിയ ജീവിതമുണ്ടായിട്ടില്ല എന്ന് ആ ചരിത്രകാരൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ മഹിമ, പിതൃ പരമ്പര, മാതൃ പരമ്പര, അതെല്ലാം വളരെ 100% ക്ലിയറായിരുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇനിയും ഭൂമി ലോകത്ത് വാഴ്ത്തപ്പെടുന്ന ഒരു പ്രശംസനീയമായ വസ്തുതയാണ് സ്ത്രീ വിമോചകനാവുക എന്നത്. ആ വിഷയത്തിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ഉന്നതമായ നിലവാരമാണ് പുലർത്തുന്നത്. സ്ത്രീ ജനിക്കുന്നതു തന്നെ അപമാനമായിരുന്ന കാലത്ത്, ജനിച്ചുപോയത് സ്ത്രീ ആണെങ്കിൽ പെൺകുട്ടിയെങ്കിൽ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. അത് നിർത്തലാക്കി എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഉന്നതമായ പദവി കൊടുക്കുകയാണ്. സ്ത്രീവർഗത്തിൽപ്പെട്ട മാതാവ്, ആ മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗം. മാതാപിതാക്കൾ അവരാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരാൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ വളർത്തി അനുയോജ്യമായ ഒരു ഇണയെ കണ്ടെത്തി അവർക്ക് നല്ല ഒരു ഭാവി ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ അവന് സ്വർഗത്തിലെത്താൻ ഇതുതന്നെ ധാരാളം മതി എന്നു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത കാലത്ത്, മറ്റു മതസ്ഥരിൽ പോലും അടുത്ത കാലത്താണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം ലഭിച്ചതെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പേ തന്നെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീവർഗങ്ങളെ നിങ്ങൾ പോറ്റിക്കൊള്ളണം, ഉമ്മയെ നിങ്ങൾ ആൺമക്കൾ സംരക്ഷിക്കണം, ഭാര്യ എന്ന സ്ത്രീയെയും ഈ ഭർത്താവാകുന്ന പുരുഷൻ സംരക്ഷിച്ചു കൊള്ളണം, പെൺകുട്ടികൾ വന്നാൽ അവരെ പിതാക്കന്മാരാകുന്ന ആണുങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. സ്ത്രീകൾക്ക് അങ്ങനെയുള്ള യാതൊരു സംരക്ഷണവും ആരുടേതും ഏറ്റെടുക്കേണ്ടതില്ല. എന്നിട്ട് പോലും പിതാവിൻ്റെ സ്വത്തിൽ, മാതാവിൻ്റെ സ്വത്തിൽ
വേണ്ടപ്പെട്ടവരുടെ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കണം, ഉള്ളതിൻ്റെ നേർപകുതി കൊടുക്കണം. എല്ലാ സംരക്ഷണ ചുമതലയും തലയിലുള്ള പുരുഷന് കൊടുക്കുന്നതിൻ്റെ നേർപകുതി അങ്ങനെ യാതൊരു ബാധ്യതയുമില്ലാത്ത സ്ത്രീക്ക് കൊടുക്കണം എന്ന് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്ത്രീ സംരക്ഷണ വിഷയത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആരെയെങ്കിലും സ്നേഹിക്കാൻ പോകുന്നുവെങ്കിൽ അതും നമ്മുടെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാം. ഇനിയും നാം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കാരണം നമ്മെ അവർ സ്നേഹിക്കുന്നു എന്നതാണ്. നാം അറിയാതെ അങ്ങോട്ടും സ്നേഹിച്ചു പോകും. അത് പ്രകൃതിപരമായി ഉണ്ടാകുന്നതാണ്. എങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്നേഹിച്ചതുപോലെ ആരെങ്കിലും ഭൂമി ലോകത്ത് സ്നേഹിച്ചിട്ടുണ്ടോ? ഏറ്റവും നമ്മെ സ്നേഹിച്ചത് നമ്മുടെ ഉമ്മയാണെന്ന് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പറയുന്നുവെങ്കിൽ ആ ഉമ്മ പോലും സ്നേഹിക്കാത്ത സ്നേഹം നമ്മെ സ്നേഹിച്ചിട്ടുള്ളത് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഒരിക്കൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നരകം വിശദീകരിച്ചു കൊടുക്കുന്നു. വിശദീകരണം ആരംഭിച്ചു. ഏറ്റവും താഴെ തട്ടിലുള്ളത് മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. പിന്നീട് തൗറാത്തിൻ്റെ ആളുകൾ തൗറാത്തിനെ വികലമാക്കി. പിന്നീട് ഇഞ്ചീലിൻ്റെ ആളുകൾ ഇഞ്ചീലിനെ വികലമാക്കി, മോശമാക്കി, വൃത്തികേടാക്കി. അങ്ങനെ തുടങ്ങി ഓരോ വിഭാഗങ്ങളെയും പറഞ്ഞു, മുശ്രിക്കീങ്ങളെയും ഒക്കെ പറഞ്ഞു. നരകത്തിൻ്റെ 7 തട്ടുകളിൽ 6 പറഞ്ഞു കഴിഞ്ഞു. 7ാമത്തത് പറയാനായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് വൈമനസ്യം. അവിടത്തിന് അറിയാം ഇനി 7ാമത്തെ നരകത്തിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവരെ പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പറയാൻ മടിച്ചു നിന്നപ്പോൾ നമ്മുടെ ഖൽബിൻ്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിർബന്ധിക്കുകയാണ്, എന്താണ് ജിബ്രീലേ നിങ്ങൾ 7ാമത്തെ വിഭാഗത്തെ പറയാത്തത്? ആ സമയത്ത് മനമില്ലാ മനസ്സോടെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ, യദ്ഖുലൂന മിൻഹു, ആ കവാടത്തിലൂടെ കടക്കുന്നത് അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങയുടെ ഉമ്മത്തിൽ പെട്ടതായ വൻദോഷങ്ങൾ ചെയ്ത ആളുകളാണ്. ഇത് കേട്ടതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെടുകയാണ്, കരയുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. പിന്നീട് ദിവസങ്ങളോളം ഇതിൻ്റെ പേരിൽ കരഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങുന്നില്ല. എന്താണ് കാരണം? നരകത്തിൽ പോകും. ആര്? നബിയുടെ മക്കൾ, ഭാര്യമാർ, മരുമക്കൾ, കുടുംബക്കാർ എന്നല്ല പറഞ്ഞത്, വൻദോഷങ്ങൾ ചെയ്ത അങ്ങയുടെ സമുദായത്തിലെ ആളുകൾ. ഇത് കേട്ടതോടെ അവിടുന്ന് ബോധരഹിതനായി വീണെങ്കിൽ എത്രമാത്രമാണ് നമ്മെ അവിടുന്ന് സ്നേഹിക്കുന്നത്.
മൗത്തിന്റെ നേരത്തും ഉമ്മത്തി എന്ന് ഓർത്ത് കരഞ്ഞവരാണവർ എന്നു നാം പാടാറുള്ളത് അതുകൊണ്ടാണ്. ഇത്രയും സ്നേഹം കാണിച്ച മറ്റാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും? അപ്പോൾ ആ വിഷയത്തിലും നമ്മൾ ബാധ്യസ്ഥരാണ് അവിടുത്തെ സ്നേഹിക്കുക എന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. നമുക്ക് സന്മാർഗം കാണിച്ചു തന്നവർ, നല്ല വഴി കാണിച്ചു തന്നവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗങ്ങൾ കാണിച്ചു തന്നവരെ നാം എന്നും ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും വിജയിച്ച് രക്ഷപ്പെടാനുള്ള ആ നല്ല മാർഗങ്ങൾ, സന്മാർഗം, ഹിദായത്ത്, അത് കാട്ടിത്തന്നതും അതിൽ ഇവിടെ ലോകത്ത് പ്രചരിപ്പിച്ചതും സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏത് വിഷയത്തിലാണ് മാറ്റി നിർത്താൻ കഴിയുക? ഭർത്താവെന്ന നിലയിൽ നല്ല ഭർത്താവ്, കച്ചവടക്കാരൻ എന്ന നിലയിൽ നല്ല കച്ചവടക്കാരൻ, ഭരണാധികാരി എന്ന നിലയിൽ നല്ല ഭരണാധികാരി, പട്ടാള മേധാവി എന്ന നിലയിൽ നല്ല മേധാവി, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിലും നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിത്വം, അതല്ലേ നമ്മുടെ നേതാവ്. നമുക്ക് ആ നേതാവിൻ്റെ ഒരു കൊച്ചു അനുയായി മാറാൻ ഭാഗ്യം കിട്ടിയതിൽ നാം എത്ര അള്ളാഹുവിനെ സ്തുതിക്കണം, സന്തോഷിക്കണം. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അള്ളാഹു നമുക്ക് ആ ഒരു അനുയായി എന്ന നിലയിൽ പൂർണ്ണമായ അനുസരണയുള്ള ഒരു അനുയായിയായി ജീവിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഞാനിപ്പോൾ എണ്ണിപ്പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒരു ഭൗതികമായ കാര്യങ്ങളാണല്ലോ അധികവും. ഈ ഭൗതികമായ കാര്യങ്ങൾ തന്നെ ഒരുമിച്ച് സമ്മേളിച്ച ഒരു വ്യക്തിയെ ലോകത്ത് പരതി നോക്കിയാൽ അത് നമ്മുടെ നേതാവല്ലാതെ മറ്റാരുമില്ല. ലോകം കണ്ട മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മഹാത്മജി പോലെ, അബ്രഹാം ലിങ്കനെ പോലെ, മദർ തെരേസയെ പോലെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലോകപുരുഷന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെയും ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളിലാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്, അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അവരുടെ സ്വന്തം കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ഭാര്യയുമൊത്തുള്ള ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ, കുടുംബവുമായി, മാതാപിതാക്കളുമായും മക്കളുമായിട്ടുള്ള ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ, സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ അതിൽ അമ്പേ പരാജയപ്പെടുന്നതാണ് ചരിത്രം അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുക. പലതുകൊണ്ടും നാം നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട്, അവിടുന്ന് സ്നേഹിക്കപ്പെടേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സ്നേഹിക്കപ്പെടാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതെല്ലാം സമ്മേളിച്ചു എന്നതിൻ്റെ പേരിലും, അതിനു പുറമെ അള്ളാഹുവിൻ്റെ ഹബീബാണ്, അള്ളാഹു ഏറ്റവും സ്നേഹിച്ചവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പേരിലും നമ്മൾ നബിയെ സ്നേഹിക്കണം. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, കരഞ്ഞു എന്നതിൻ്റെ പേരിലും നമ്മൾ അവിടത്തെ സ്നേഹിക്കണം. മറ്റൊന്ന്, ഇതൊക്കെയും ഇവിടെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും പറയാനും
അവസരം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതവിടെ നിർത്തിയതാണ്. മറ്റൊന്ന്, നമുക്ക് ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ അതിൻ്റെ ഷർത്താണ് നബിയെ സ്നേഹിക്കുക എന്നത്. ഇനി അതിനപ്പുറം നമുക്ക് എന്തു വേണം? കഴിഞ്ഞ ക്ലാസ്സുകൾ അത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, സമയം അനുവദിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടപ്പോൾ അതിൽ ഒരു പക്ഷേ ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ട് കാണും, ഒരാൾ മുഅ്മിനാകണമോ അവൻ്റെ മാതാപിതാക്കൾ, മക്കൾ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടവനാകണം, എങ്കിലേ അവൻ മുഅ്മിനാവും. ആ നിലയിലും ഇനി നോക്കൂ, അതെല്ലാം പോകട്ടെ. ഖിയാമത്ത് നാളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുള്ള ഏക ആശ്രയമാരാണ്? വാപ്പയാണോ, ഉമ്മയാണോ, ഭൗതിക ലോകത്തെ നേതാക്കന്മാരാണോ? ആരുമല്ല. അത് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം, അത് മാത്രം, അത്രമാത്രം കാര്യമാണ്. സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് പുകഴ്ത്തി പറയുക, പ്രശംസിക്കുക, പാടുക എന്നത് അതിനൊരു തെളിവിൻ്റെ ആവശ്യം ഇല്ല. അതൊരു പ്രകൃതിദത്തമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹിക്കുന്ന നിലയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെയും ജന്മമാസത്തെയും ആദരിച്ചും ബഹുമാനിച്ചും സ്വീകരിച്ചും അതിലൂടെ വിജയിക്കുവാനും ഈമാൻ സലാമത്താകുവാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാനും മരണസമയത്തും ഖബറിലും മഹ്ശറിലും സിറാത്തിലുമെല്ലാം പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനവും സ്പർശനവും അവിടുത്തെ ശഫാഅത്തും നേടി വിജയിക്കാനുള്ള എല്ലാവിധ തൗഫീഖുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിൽ എന്നെയും പങ്കുചേർക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം